ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ ഒരു വസ്തുവിനും നമ്മെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ജനിച്ചാൽ മരണം സുനിശ്ചിതമാണ്. ആ മരണത്തെ ഒഴിവാക്കാനോ ധനം കൊടുത്താൽ ഒഴിവാവുകയില്ല. സുഹൃത്തുക്കളെ കൊണ്ട് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ലോകത്തിലെ ഒരു പദാർത്ഥവും അതിനെ തുലനം ചെയ്യാൻ പറ്റുന്നതും അല്ല. അതിനാൽ ഒരു കവി പറയുന്നതൊന്ന് കേൾക്കൂ. ധനം ജനം കാമിനി തൊട്ടതൊന്നും പ്രിയപ്പെടാകാലനടുത്തു കാണേ. നൽകാ സുഖം തൂക്കുമരത്തിലേക്കു പോരു പായസമെന്ന പോലെ. അതിനൊരു ഉദാഹരണവും കൂടെ കൊടുത്തിരിക്കുന്നു. ധനം ജനം കാമിനി തൊട്ടതൊന്നും. ധനം ജനങ്ങൾ, അതായത് സുഹൃത്തുക്കൾ, കാമിനി തനിക്ക് പ്രിയപ്പെട്ട ആളെ, ഇതൊന്നും തന്നെ കാലനടുക്കുമ്പോൾ തടുക്കാൻ സഹായകമല്ല. ധനം ജനം കാമിനി തൊട്ടതൊന്നും പ്രിയപ്പെടാ കാലനടുത്തു വന്നാൽ. കാലനടുത്തു വരുമ്പോൾ ഇതൊന്നും തന്നെ നമുക്ക് പ്രിയങ്കരമായി ഭവിക്കുകയില്ല. ഏതുപോലെ നൽകാ സുഖം തൂക്കുമരത്തിലേക്കു പോവോനു പാൽപ്പായസമെന്ന പോലെ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ ആ വധശിക്ഷ നടപ്പാക്കാവുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത്യന്തം രുചികരമായ പായസം അയാൾക്ക് കൊടുത്താൽ അത് അയാൾക്ക് ആസ്വദിച്ച് കുടിക്കാൻ സാധിക്കുമോ? ഒന്നാലോചിച്ചു നോക്കൂ അവസ്ഥ. തനിക്ക് അടുത്ത നിമിഷം മരണമാണെന്ന് മുന്നിൽ കണ്ടുകൊണ്ടിരുന്നാൽ തനിക്ക് പിന്നെ സ്വാദിഷ്ടമായ ഒരു വിഭവവും ആസ്വദനീയമായി തോന്നുകയില്ല. അപ്രകാരം തന്നെയാണ് ഈ ലോകത്തിൽ നിന്നും വിട പറയുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോ, നമ്മെ സംരക്ഷിച്ചവരോ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജനങ്ങളോ, അതുപോലെ ധനമോ, നമ്മുടെ രമ്യകർമ്മങ്ങളോ ഒന്നും തന്നെ നമുക്ക് സുരക്ഷ നൽകുകയില്ല. 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ചു മരിക്കുമെന്ന് ശാപം കിട്ടിയ പരീക്ഷിത്ത് മഹാരാജാവ് തക്ഷകന്റെ കടിയേൽക്കാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു. എന്നിട്ടും അദ്ദേഹത്തിന് ഭയം തോന്നി. ഇതൊന്നും വിധിയെ തടുക്കാൻ സാധിക്കുകയില്ല. അപ്പോഴാണ് സർവാത്മന അദ്ദേഹം സർവേശ്വരനെ വിളിച്ചു, എന്നെ ഈ വിപത്തിൽ നിന്നും രക്ഷിക്കാൻ ആർക്കാണ് കഴിയുക എന്ന് അദ്ദേഹം ഉള്ളുതൊട്ട് വിളിച്ചപ്പോൾ അവിടെ ശുകബ്രഹ്മർഷി പ്രത്യക്ഷപ്പെട്ട് അങ്ങയെ ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞു. സത്യം ബോധിച്ച ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരം വിപദ്ഘട്ടത്തിൽ നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. രക്ഷിക്കുക എന്നാൽ നാം വിചാരിക്കും അയാളെ മരണത്തിന് വിധേയം ആകാതിരിക്കുക എന്ന്. അതല്ല വാസ്തവത്തിൽ. 7 ദിവസം ഭാഗവതം ശ്രവിച്ചിട്ടും പരീക്ഷിത്ത് മഹാരാജാവ് തക്ഷകന്റെ കടിയേറ്റ് മരണപ്പെട്ടു. പക്ഷേ മരിച്ചത് ദേഹം മാത്രമാണ് എന്നും അദ്ദേഹമല്ല എന്നും മരിക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ബോധിച്ചു, ഭാഗവത ശ്രവണത്തിലൂടെ. അതാണ് മഹാത്മാക്കൾ ചെയ്തു തരുന്നത്. നമ്മൾ ആരാണെന്ന പരമസത്യം ബോധിക്കുമ്പോൾ നാം മരിക്കുന്നതല്ല എന്ന് ബോധിക്കുന്നതാണ് മരണത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ. ഞാനല്ല മരിക്കുന്നത് ദേഹമാണ് എന്നും എനിക്ക് മരണമില്ല എന്നും ബോധിച്ചാൽ
പിന്നെ മരണം നമ്മെ എങ്ങനെ ഭയപ്പെടുത്തും? ഈ ബോധം നമുക്കുണ്ടാവണം. ഈ ലോകത്തിൽ വാരിക്കൂട്ടുന്ന വസ്തുക്കളൊന്നും തന്നെ നമുക്ക് ഈ അറിവ് തരാൻ പര്യാപ്തമല്ല. അതുകൊണ്ട് സത്യം സാക്ഷാത്കരിച്ച സജ്ജനങ്ങളെ സമീപിച്ച് അവരുടെ മുന്നിൽ നമ്മുടെ സർവസ്വവും സമർപ്പിക്കുമ്പോൾ നാം സുരക്ഷിതരായിരിക്കും. ധനം ജനം കാവിനി തൊട്ടതൊന്നും കാലനടുത്തു കാണേ, നൽകാ സുഖം തൂക്കുമരത്തിലേറ്റു പോവോരു പാൽപ്പായസമെന്ന പോലെ.